ഹായ് ഫ്രണ്ട്സ്, കർശന നിയന്ത്രണങ്ങളാണ് വരുന്നത്. കർശന നിയന്ത്രണങ്ങളാണ് വന്നിരിക്കുന്നത്. അത് സംബന്ധമായിട്ടുള്ള വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. കോവിഡിന്റെ രണ്ടാം വ്യാപനം നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിൽ ഇന്നലെ നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കുറച്ച് തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. അത് സംബന്ധമായിട്ടുള്ള കുറച്ച് അറിയിപ്പുകൾ, അതുപോലെ തന്നെ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള അറിയിപ്പുകൾ, കർശനമായിട്ടുള്ള ബാരിക്കേഡ് വെച്ചുള്ള പരിശോധനകൾ, അതായത് കോവിഡ് നമുക്ക് ആദ്യം വന്ന സമയത്ത് ഉണ്ടായ തരത്തിലുള്ള പരിശോധനകളും മറ്റുമാണ്. കർശനമായിട്ടുള്ള പരിശോധന ഉണ്ടാകും. പോലീസ് നിർദ്ദേശം നൽകുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്, ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ആദ്യം പറയുന്നത് കർശന നിയന്ത്രണങ്ങൾ, അതായത് ഇന്നും നാളെയും മെഗാ കോവിഡ് ടെസ്റ്റ് ആണ് നടത്താൻ പോകുന്നത്. 2.5 ലക്ഷം ആളുകളെ വീതം ഇന്നും നാളെയും, അതായത് വെള്ളി ശനി ദിവസങ്ങളിൽ നടത്തും. അപ്പോൾ കോവിഡ് കണക്കുകൾ ഇന്നലെ 8,000-ന്റെ മുകളിൽ ഉണ്ടായിരുന്നത് അതൊരു 15,000 വരെ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു ലോക്ക്ഡൌൺ അല്ല, ലോക്ക്ഡൌണിന് സമാനമായ ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കും ഇനി കടന്നു പോവുക. കാരണം പോലീസിന്റെ കർശനമായിട്ടുള്ള പരിശോധന ഉണ്ടാകും. നിങ്ങൾ ഒരു യാത്ര ചെയ്യുകയാണെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു കാരണം നിങ്ങൾ പറയേണ്ടി വരും, നിങ്ങൾ കാരണം കാണിക്കേണ്ടി വരും. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ മാളുകൾ, സിനിമാ തിയേറ്ററുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ ഇവയെല്ലാം രാത്രി 9 മണിക്ക് ശേഷം പ്രവർത്തിക്കാൻ പാടില്ല. മാളുകളിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണം. 200 ആളുകളിൽ കൂടുതൽ പ്രവേശിപ്പിക്കാൻ പാടില്ല. പൊതു ചടങ്ങുകളിൽ 150 ആളുകളിൽ കൂടുതൽ പങ്കെടുക്കാൻ പാടില്ല. അടച്ചിട്ട റൂമിലാണെങ്കിൽ അത് 75 പേരെ മാത്രമേ പരമാവധി പങ്കെടുപ്പിക്കാൻ പാടുള്ളൂ. അത് ഹോട്ടലുകളിൽ പകുതി പേർക്ക് മാത്രമേ കയറാൻ കഴിയുള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ശനി ഞായർ, നാളെയും മറ്റന്നാളും ലോക്ക്ഡൌൺ ആണ് ഡൽഹിയിൽ. അതുപോലെ തന്നെ ഇപ്പോൾ 15 ദിവസം തുടർച്ചയായിട്ടുള്ള ഒരു കർഫ്യൂ ആണ് മഹാരാഷ്ട്രയിലുള്ളത്. രാജസ്ഥാനിൽ രാത്രി കർഫ്യൂ നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഉള്ളത്. നാളെയും മറ്റന്നാളും വാരാന്ത്യ കർഫ്യൂ ഡൽഹിയിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത്. കേരളത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു അടച്ചിടൽ ഉണ്ടാവുകയില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ പ്രാദേശികമായിട്ടുള്ള ലോക്ക്ഡൌണുകൾ ഉണ്ടാകും. ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണുകളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പഞ്ചായത്തിലും കണ്ടെയ്ൻമെന്റ് സോണുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതലാവുന്നതിനനുസരിച്ച് പ്രാദേശിക കർഫ്യൂ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. ഇനി പോലീസ് നിർദ്ദേശം നൽകുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ പോലീസ് നിർദ്ദേശം നൽകുന്ന ഒരു വോയിസ് ക്ലിപ്പ്, ആ ഒരു വോയിസ് ക്ലിപ്പ് കൂടി കേൾക്കുക. ടിവിയിലൊക്കെ അറിഞ്ഞാണ് കോവിഡിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത്. പരമാവധി നടപടിക്രമം പോലീസിന്റെ ഭാഗത്താണ് ഉണ്ടാവേണ്ടത്. മുഖ്യമന്ത്രിയുടെ മീറ്റിംഗും അതുപോലെ തന്നെ ADGP ലോ ആൻഡ് ഓർഡറിന്റെ മീറ്റിംഗും ഉണ്ടായിരുന്നു. നാളെ രാവിലെ മുതൽ കോവിഡിന് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുള്ള പോലെയുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ആണ് ചെയ്യേണ്ടത്. ഇതുവരെയുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ഇലക്ഷൻ പീരീഡിലൊക്കെ അധികവും വാണിംഗ് ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഇനി സ്ട്രിക്റ്റ് ആയിട്ടുള്ള എൻഫോഴ്സ്മെന്റ് നിർബന്ധമായിട്ടും വേണം. അത് എല്ലാ പോലീസ് സ്റ്റേഷനകത്തിലും വിസിബിൾ പോലീസ് സ്റ്റേഷൻ വേണം. വിസിബിൾ പോലീസ് നേരത്തെ നമ്മൾ നിയന്ത്രണം കണ്ടെയ്ൻമെന്റ് സോണുകളിൽ, ഹോട്ട്സ്പോട്ടുകളിൽ നിയന്ത്രണം ഘടിപ്പിച്ച പോലെ വിസിബിൾ പോലീസിംഗ് വേണം. ഓരോ സ്റ്റേഷനകത്തിലും പ്രധാനപ്പെട്ട റോഡുകളിൽ ബാരിക്കേഡ് വെച്ചിട്ടുള്ള ചെക്കിംഗ് വേണം. ഇത് മൂവ്മെന്റ് ഓഫ് വെഹിക്കിൾസ്, മൂവ്മെന്റ് ഓഫ് പാസഞ്ചേഴ്സ് സ്ട്രിക്റ്റ് ആയിട്ട് ചെക്ക് വേണം. അതിന് നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഓരോ പോലീസ് സ്റ്റേഷനിലെയും നിലവിലുള്ള സ്ട്രെങ്തിന്റെ 1/3 30 പേരുണ്ടെങ്കിൽ 10 പേര് നിർബന്ധമായിട്ടും ഇനി മുതൽ അറിയിപ്പ് വരുന്നവരെ കോവിഡ് ഡ്യൂട്ടിക്കായിട്ട് മാറ്റണം. കഴിഞ്ഞ വർഷം നമ്മൾ പാറാവ് വരെ ഒഴിച്ചിട്ട് പാറാവും ജയിൽ ചാർജ് ഒഴിച്ചിട്ട് എല്ലാവരും ഇലക്ഷൻ ഡ്യൂട്ടിക്ക് കാലത്തെ പോലെ തന്നെ കോവിഡ് എൻഫോഴ്സ്മെന്റ് പോയ പോലെ ഓരോ സ്റ്റേഷനകത്തിലെയും 1/3 പോലീസ് സ്ട്രെങ്ത് കോവിഡ് എൻഫോഴ്സ്മെന്റ് ഡ്യൂട്ടിയിലേക്ക് മാറ്റണം. ഇത് കമ്പൽസറി ആണ്. ആ സ്ട്രെങ്തിനെ ഒരു SI, ഗ്രേഡ് SI ഇവരുടെ നേതൃത്വത്തിൽ 2-3 പോലീസ് ഒരു ടീമായിട്ട് തിരിക്കണം. SI+2 അല്ലെങ്കിൽ ASI+2 3 അങ്ങനെ ടീമായിട്ട് തിരിക്കണം. ആ ടീമിനെ കണ്ടെയ്ൻമെന്റ് സോൺ ഉണ്ടെങ്കിൽ ആ കണ്ടെയ്ൻമെന്റ് സോണിൽ സ്ട്രിക്റ്റ് എൻഫോഴ്സ്മെന്റിന് വേണ്ടിയും, കണ്ടെയ്ൻമെന്റ് സോൺ ഇല്ലാത്ത പ്രദേശങ്ങളിൽ ഇതുപോലെയുള്ള ചെക്ക്
ചെക്കിംഗ് പോയിന്റുകളിലും മറ്റുള്ള കൂടുതൽ ആൾക്കാർ കൂടുന്ന കേന്ദ്രങ്ങളിലും ടൗണ്, മാർക്കറ്റ്, ബീച്ച് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ ചെക്കിങ്ങിനായിട്ട് ടീമിനെ വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പൊ ഇതിൽ കേട്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ധാരണ പിടിയിട്ടിട്ടുണ്ടാവും. നാളെയൊക്കെ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ പരമാവധി ശ്രദ്ധിച്ചോളൂ, അത് നിങ്ങൾക്ക് പിടി വീഴാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലുള്ള ഇൻഫർമേഷൻ നിങ്ങൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.